സെൽഫി. കഥാരചന മുനീറ പൂവി. അവതരണം ഷാജഹാൻ ചളിക്കോട്. ഒന്ന് പോകുന്നുണ്ടോ നാശം. ഒരു സെൽഫി എടുക്കാനും സമ്മതിക്കൂല. അപ്പോഴേക്കും ഇടയിൽ കയറി വരും. വൃത്തികെട്ടത്. ചവിട്ടിത്തുള്ളി ദീക്ഷ പുറത്തേക്ക് പോയി. അമ്മ, ആ അമ്മ. ദീക്ഷയുടെ തള്ളലിൽ പൊന്നു തെറിച്ചുപോയി ചുമരിൽ തട്ടി നിന്നു. പൊന്നുവിന് വല്ലാതെ വേദനിച്ചു. വല്ലാതെ വേദനിച്ചു. പൊന്നു, എവിടെ നീ? അമ്മ, ആ. വീണ്ടും അവളുടെ കരച്ചിൽ കേട്ടാണ് ശാന്ത അങ്ങോട്ട് ഓടിച്ചെന്നത്. ചുമരിൽ ചാരിയിരുന്ന് കയ്യിലേക്ക് ഊതിക്കൊണ്ടാണ് പൊന്നു കരയുന്നത്. എന്തേ പൊന്നു, അമ്മയുടെ കുട്ടി വീണോ? കൈ പൊട്ടിയല്ലോ. നോക്കട്ടെ അമ്മ, ഓയിൽമെൻറ്റ് പുരട്ടിത്തരാം എന്ന് പറഞ്ഞുകൊണ്ട് പിടിച്ചെഴുന്നേൽപ്പിച്ചപ്പോഴാണ് പൊന്നുവിൻ്റെ നെറ്റിയുടെ സൈഡിൽ മുഴച്ചിരിക്കുന്നത് ശാന്തയുടെ കണ്ണിൽപ്പെട്ടത്. അപ്പോഴും പൊന്നു എങ്ങോട്ടോ ചൂണ്ടിക്കൊണ്ട് കരച്ചിൽ തുടർന്നു. അമ്മ, ചേച്ചി എന്നെ തള്ളി. എനിക്ക് ഫോട്ടോ എടുക്കണം. എനിക്ക് എടുക്കണം അമ്മ. ഇത്തിരി കൊഞ്ചലോടെയാണ് പൊന്നു പറയുന്നത്. അങ്ങനെ പറയാനേ അവൾക്ക് കഴിയൂ. എല്ലാവരെയും പോലെ സംസാരിക്കാൻ അവൾക്ക് സാധിക്കില്ല. മുറ്റത്ത് വണ്ടി നിർത്തി അടുക്കള വഴി വന്ന് കയ്യിലെ കവർ അടുക്കളയിൽ വെച്ച് തിരിഞ്ഞപ്പോഴാണ് പൊന്നുവിൻ്റെ ഏങ്ങിയുള്ള കരച്ചിൽ അവൻ കേട്ടത്. അമ്മ നീട്ടിയൊന്ന് വിളിച്ചുകൊണ്ട് പൊന്നുവിനെ അന്വേഷിച്ച് ഉമ്മറത്തേക്ക് പോയപ്പോൾ അവൻ കണ്ടത് കയ്യിലെ മുറിവിൽ ഊതിക്കൊണ്ടിരിക്കുന്ന കുഞ്ഞനിയത്തിയെയാണ്. അവൻ്റെ നെഞ്ചൊന്ന് പിടഞ്ഞു. പൊന്നുവിന് നൊന്താൽ ഏട്ടനെ നോവുമെന്ന് ശാന്തയ്ക്ക് ആരും പറഞ്ഞു കൊടുക്കേണ്ടതില്ല. എന്താ ഏട്ടൻ്റെ കുട്ടിക്ക് പറ്റിയത്? കൈ എങ്ങനെ മുറിഞ്ഞത്? നെറ്റിയിൽ മുഴച്ചു വന്നതിലും അവൻ പതിയെ ഊതിക്കൊടുത്ത് ചോദിക്കുമ്പോഴും ശാന്തയുടെ ഹൃദയമിടിപ്പ് കൂടിക്കൂടി വന്നു. ഇന്നിവിടെ എന്തെങ്കിലും ഒന്ന് നടക്കും എന്നവർ ഊഹിച്ചതേയുള്ളൂ. ധ്രുവ് അമ്മയ്ക്ക് നേരെ തിരിഞ്ഞു. അമ്മ, ഇതെങ്ങനെ പൊന്നു വീണത്? ഞാൻ കണ്ടില്ല ധ്രുവ്, ഞാൻ അടുക്കളയിലായിരുന്നു. അമ്മ കണ്ടില്ലായിരിക്കാം, പക്ഷേ പൊന്നിനറിയാലോ. പൊന്നു സത്യം പറയും, ഏട്ടൻ്റെ മോൾ എങ്ങനെയാണ് വീണത്? നിച്ചു ഫോട്ടോ എടുക്കണം താത്ത. ചേച്ചി കൂട്ടൂല, എന്നെ കൂട്ടൂല. പരിഭവത്താൽ പൊന്നു പറയുമ്പോൾ ധ്രുവ് ദേഷ്യം കൊണ്ട് വിറച്ചു പോയിരുന്നു. അമ്മ, എവിടെ അവള്? പുറത്തെവിടെയെങ്കിലും ഉണ്ടാവും, അവർ ഒരൊഴുക്കമട്ടിൽ പറഞ്ഞു. ഡീ എന്നൊരു അലർച്ച കേട്ടാണ് ദക്ഷ തിരിഞ്ഞു നോക്കിയത്. ധ്രുവിനെ കണ്ടതും അവൾ മൊബൈൽ മറച്ചു പിടിച്ചു. പല പോസിലും നിന്നും ഇരുന്നും സെൽഫി എടുത്തുകൊണ്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്ത് ലൈക്കും കമൻറ്റും കണ്ട് ആരാണെന്നോ എന്താണെന്നോ അറിയാത്തവർക്ക് സ്നേഹത്തിൻ്റെ സിമ്പൽ വാരിയിട്ടും കെട്ടിപ്പിടിച്ചും 1000 പ്രണയപ്പൂക്കൾ വാരി വിതറിയും അവൾ ആനന്ദം കണ്ടെത്തുമ്പോൾ സ്വന്തം ഉറപ്പിരുന്നത് അവളുടെ ഒരു കരുണയ്ക്കായി, വാത്സല്യത്തിനായി, സ്നേഹത്തിനായി, ചേർത്തുപിടിക്കലിനായി കൊതിയോടെ അളവറ്റ പ്രതീക്ഷയോടെ ദക്ഷക്കരികെ ചെല്ലുമ്പോൾ അറച്ചുകൊണ്ട് അവൾ മുഖം തിരിക്കാറാണ് പതിവ്. കൈ വളഞ്ഞതും മുഖം ചെരിഞ്ഞും കണ്ണു തുറിച്ചതും അങ്ങനെയൊക്കെയാണ് പൊന്നുവിൻ്റെ രൂപം. ധ്രുവ് ദക്ഷയുടെ മുടിക്കുത്തിന് പിടിച്ചുകൊണ്ട് തിരിച്ചു നിർത്തി. ഡി, എന്താ പൊന്നുവിനെ ചെയ്തേ? സത്യം പറഞ്ഞോ ദക്ഷ? അവളൊന്നും മിണ്ടിയില്ല. ദക്ഷ! അവൻ്റെ ശബ്ദം അല്പം കൂടി കനത്തുപോയിരുന്നു. ഞാൻ സെൽഫി എടുത്തപ്പോൾ അവൾ എന്തിനാ എത്തി നോക്കിയത്? സെൽഫി എടുക്കാൻ പറ്റിയ മോന്തയാണോ അത്? എനിക്ക് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാനും ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാനുമാണ് ഞാൻ സെൽഫി എടുക്കുന്നത്. അതിനിടയിൽ അവളുടെ മോന്ത കണ്ട എൻ്റെ ഇമേജ് ഡാമേജ് ആകും. ആ സാധനം അടുത്തേക്ക് വരുമ്പോൾ തന്നെ അറക്കും. ദക്ഷ പറഞ്ഞു മുഴുവിക്കും മുൻപേ ധ്രുവിൻ്റെ കരുത്തിറ്റ കൈകൾ അവളുടെ മുഖത്ത് ആക്കത്തിൽ പതിഞ്ഞിരുന്നു. ആ വേദന കൊണ്ട് അവളൊന്ന് ഒച്ച വെച്ചു പോയി. ഇനി മേലിൽ പൊന്നുവിനെക്കുറിച്ച് നിന്റെ നാവിൽ നിന്നും എന്തെങ്കിലും വീണാൽ നിന്റെ ഈ എല്ലില്ലാത്ത നാവുണ്ടല്ലോ, അതങ്ങ് പിഴുതെടുക്കും. ധ്രുവിൻ്റെ ഈ കയ്യിന് ഒരു വിറയലും തോന്നില്ല മോളെ. നീ പറയുന്നത് കേട്ട് നിൽക്കാൻ നമ്മുടെ അമ്മ ശാന്തയുടെ അത്രയൊന്നും ശാന്തത ധ്രുവിൽ നിന്നും നീ പ്രതീക്ഷിക്കരുത്. നിനക്കറിയാലോ എന്നെ. നീയും ഞാനും വന്ന അതേ വയറ്റിൽ നിന്നല്ലടി കുഞ്ഞും വന്നത്. എങ്ങനെ നിന്റെ മനസ്സ് ഇത്ര വിണപ്പെട്ടത്? എങ്ങനെ തോന്നുന്നു ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടാൻ? നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മറക്കാൻ വഴിയില്ല. കാരണം നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയിട്ട് 1 വർഷമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോഴും മര്യാദക്ക് നടക്കാൻ നിനക്കായിട്ടുണ്ടോ? അന്ന് എങ്ങനെയാണ് നിനക്ക് ആക്സിഡൻറ്റ് പറ്റിയത്? അതും ഈ സെൽഫ് ഭ്രാന്ത് കൊണ്ടല്ലേ? ഒടിഞ്ഞു തൂങ്ങിയ കാല് വേദനിച്ച് നീ ആർത്ത് കരയുമ്പോഴും ഇപ്പോൾ നീ തള്ളിയിട്ട് വേദനിപ്പിച്ച എൻ്റെ മോള് നിൻ്റെ അരികിൽ നിന്നും മാറാതെ ഇത്ര രാപ്പകലുകളാണ് നിനക്ക് കൂട്ടിരുന്നത്. ഞാനും അമ്മയും ഉറങ്ങാൻ പറഞ്ഞാൽ പോലും പൊന്നു ഉറങ്ങില്ലായിരുന്നു. കുഞ്ഞ് നിന്നോട് കാണിക്കുന്നതിൻ്റെ ഒരംശമെങ്കിലും നീ തിരിച്ചു കൊടുക്കുന്നുണ്ടോ? ഇത്രയും വാക്കുകൾ അവൾക്ക് നേരെ തൊടുത്തു വിടുമ്പോൾ അവൻ്റെ കണ്ണിലെ അഗ്നി അവളെ ഒന്ന് ചുട്ടുപൊള്ളിച്ചു. നിൻ്റെ ഒരു സെൽഫി. അവനത് പറയുന്നതിനോടൊപ്പം ദക്ഷയുടെ കയ്യിൽ നിന്നും മൊബൈൽ വാങ്ങി ഒരു ഏറ് വെച്ച് കൊടുത്തിരുന്നു. പോയി കണ്ണാടിയിൽ നോക്ക്. ആദ്യം നിൻ്റെ കുറവുകൾ നികത്താൻ നോക്ക്. എന്നിട്ട് മതി ബാക്കിയുള്ളവരുടെ കുറവുകളിലേക്ക് വിഷം ചീറ്റൽ. അമ്മ, പൊന്നുനെ ഒന്ന് റെഡിയാക്കി കൊടുത്തേ. ഈ നേരത്ത് കൊച്ചിനെയും കൊണ്ട് എങ്ങോട്ടാ ധ്രുവേ നീ? എടാ, നീ ആ വരുണിൻ്റെ വീട്ടിൽ പോകുന്നില്ലേ? നാളെയല്ലേ അവൻ്റെ കല്യാണം. അങ്ങോട്ട് പോകാൻ തന്നെയാ പൊന്നുനെ റെഡിയാക്കാൻ പറഞ്ഞത്. അവളൊന്നും നിൻ്റെ കൂടെ വരണ്ട, നീ തന്നെ പോയാൽ മതി. അമ്മ ഇപ്പോൾ തൽക്കാലം ഞാൻ പറയുന്നത് കേട്ടാൽ മതി. അല്ല, ഇവിടെ ഇപ്പോൾ ഞാനാണോ അമ്മ അതോ നീയാണോ? നീ പറയുന്നത് കേട്ടാൽ തോന്നും നീയാണ് അമ്മ എന്ന്. എൻ്റെ പൊന്നമ്മ, നിങ്ങൾ തന്നെയാണ് അമ്മ, അതിൽ തർക്കമൊന്നുമില്ല.
ഇനി പോയി പൊന്നിനെ റെഡിയാക്കി കൊടുക്ക്, നേരം വൈകി. ആ ചെക്കന്മാർ വിളിച്ചിട്ട് ഒരു സൗകര്യം തന്നിട്ടില്ല. കള്ള് കുടിക്കാനാവും. അതിൻ്റെ ഇടയിലേക്ക് ഈ കൊച്ചിനെ കൊണ്ടുപോകുന്നത് എന്തിനാന്നാ എനിക്കറിയാത്തത്. കള്ള് കുടിക്കാത്ത ഇവിടെയുള്ളവരെക്കാളും ഭേദം അവർ തന്നെയാണ്. വല്ലാത്തൊരു ഈർഷ്യത്തോടെയാണ് അവനത് പറഞ്ഞത്. അമ്മ, നിങ്ങൾ വരുന്നില്ലേ കല്യാണ വീട്ടിലേക്ക്? വരുന്നുണ്ട്, കുറച്ച് കഴിയട്ടെ. എന്നാൽ ഞങ്ങൾ പോവാ, നിങ്ങൾ വരുമ്പോൾ വാ. അവൻ അത് പറഞ്ഞുകൊണ്ട് പൊന്നുവിനെ വിളിച്ചു. ധ്രുവിൻ്റെ കൈ പിടിച്ച് തുള്ളിച്ചാടിയാണ് അവളുടെ നടപ്പ്. കല്യാണ വീടെത്തിയതും പൊന്നുവിൻ്റെ കണ്ണുകൾ വിടർന്നു. വല്ലാത്തൊരാവേശത്തോടെ ഏട്ടൻ്റെ കൈവിട്ടവൾ ഓടാൻ ശ്രമിച്ചു. എന്നാൽ ഏട്ടൻ അവളെ പിടിവിട്ടില്ല. ധ്രുവ് ആരോടോ സംസാരിച്ചു നിന്നപ്പോൾ പൊന്നവൻ്റെ കയ്യിൽ നിന്നും അവളുടെ വിരലുകൾ പതിയെ വേർപ്പെടുത്തി. പല നിറത്തിലുള്ള ലൈറ്റുകൾ കൊണ്ട് അലങ്കരിച്ച സ്റ്റേജിൽ അവൾ ഓടിക്കയറി. അവിടെ കാണുന്നതിലെല്ലാം അവൾ തൊട്ടും പിടിച്ചും നോക്കി, കൈകൊട്ടി ചിരിച്ചു. ആരാ ഈ കുട്ടിയെ ഇങ്ങോട്ട് വിട്ടത് ചോദിക്കുന്നതിനോടൊപ്പം പൊന്നുവിൻ്റെ കയ്യിലുള്ള മൈക്ക് അയാൾ പിടിച്ചു വാങ്ങിയിരുന്നു. എന്നിട്ട് ഇതിന്മേൽ തൊട്ടേക്കരുതെന്ന താക്കീതും. ഇതുവരെ കുട്ടികളെ കാണാത്ത, അല്ലെങ്കിൽ അറിയാത്ത, ഇത്തിരി പോലും വാത്സല്യം കനിയാത്ത ഹൃദയം ക്ലാവ് പിടിച്ച ഒരുവൻ്റെ വാക്കുകൾ. നിങ്ങളെന്താ ചെയ്യുന്നതെന്ന് വല്ല ബോധവുമുണ്ടോ നിങ്ങൾക്ക്? തന്നേക്കാൾ വയസ്സിന് മൂത്തതാണെങ്കിലും വരുൺ അയാളുടെ മുഖത്തേക്ക് ചീറിക്കൊണ്ട് ചെന്നു. വരുൺ ധ്രുവിൻ്റെ ഉറ്റ ചങ്ങാതിയാണ്. അവനറിയാം പൊന്നുവിന് നൊന്താൽ ധ്രുവിനും നോവുമെന്ന്. പൊന്നു വാ, ഏതാ മോൾക്ക് വേണ്ടത്? ഏട്ടൻ തരാലോ. തേങ്ങിക്കൊണ്ട് പൊന്നു മൈക്കിലേക്ക് ചൂണ്ടി. ഇതാണോ ഏട്ടൻ്റെ മോൾക്ക് വേണ്ടത്? വരുൺ മൈക്ക് പൊന്നുവിൻ്റെ കയ്യിൽ കൊടുത്തുകൊണ്ടാണ് ചോദിച്ചത്. പൊന്നുവിൻ്റെ മുഖത്ത് പൂനിലാവുദിച്ചു. മൈക്ക് കയ്യിൽ പിടിച്ചവൾ തിരിച്ചു മറിച്ചു നോക്കി. ആഹാ, പാട്ട് പാടണോ? വരുൺ ചോദിച്ച നേരം പൊന്നു തലയാട്ടി. ഏത് പാട്ടാ പൊന്നു പാടാൻ പോകുന്നത്? അത് എന്ന് പറഞ്ഞുകൊണ്ട് പൊന്നു ചിരിച്ചപ്പോൾ വരുൺ കണ്ണി ചിമ്മി പാടാൻ സമ്മതം കൊടുത്തു. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. കളിയാടാമീ കിളിമരത്തണലോരം, കളിയാടാമീ കിളിമരത്തണലോരം. കണ്ണാൻ തുമ്പി പോരാമോ, എന്നോടിഷ്ടം കൂടാമോ, നിന്നെ കൂടാതില്ലല്ലോ ഇന്നെന്നുള്ളിൽ പൂക്കാലം. ആരോടോ കാര്യമായി സംസാരിച്ചു കൊണ്ടിരുന്ന ധ്രുവിൻ്റെ കണ്ണുകൾ പാഞ്ഞത് സ്റ്റേജിലേക്കായിരുന്നു. തൻ്റെ കൈ ഫ്രീ ആയി കിടക്കുന്നത് അപ്പോഴാണ് അവൻ ശ്രദ്ധിച്ചത്. പക്ഷേ അവൻ്റെ കൺകോണിൽ നനവ് പടർന്നു. ധ്രുവിൻ്റെ മൊബൈൽ കയ്യിൽ കിട്ടിയാൽ പൊന്നു കാണുന്ന ആ പാട്ടിലെ ഒരു സീൻ, അതാണ് ധ്രുവൻ്റെ ഉള്ളം മുറിഞ്ഞു വേദനിച്ചത്. പൊന്നു ചേച്ചിയിൽ നിന്നും ആഗ്രഹിക്കുന്നതും അതാണ്. അത്രയും മതി എൻ്റെ മോൾക്ക്, ധ്രുവ് വേദനയോടെ ഓർത്തു. പൊന്നുവിൻ്റെ പാട്ട് കേട്ട് ഓരോരുത്തരായി സ്റ്റേജിലേക്ക് ചെന്നിരുന്നു. ചിലരൊക്കെ വീഡിയോ എടുത്തും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്തു. മറ്റു ചിലർ പൊന്നുവിൻ്റെ അടുത്തു നിന്നു സെൽഫി എടുക്കാൻ വ്യഗ്രത കാട്ടി. ഉള്ളം വേദന കലർന്നൊരു സന്തോഷത്തോടെ ധ്രുവ് സ്റ്റേജിലേക്ക് ചുവടുകൾ വെച്ചു. പൊന്നു! ധ്രുവിൻ്റെ ശബ്ദം കേട്ടതും പൊന്നു ഒരു ചിത്രശലഭത്തെപ്പോലെ പറന്നെത്തിയിരുന്നു ഏട്ടൻ്റെ അടുക്കത്തേക്ക്. അപ്പോഴും ധ്രുവിൻ്റെയും പൊന്നുവിൻ്റെയും അടുത്തു നിന്നുകൊണ്ട് ചിലർ സെൽഫി എടുക്കുന്ന തിരക്കിലായിരുന്നു.